നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. താരസംഘടനയായ അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് രമേശ് പിഷാരടി MLA രാജിവെച്ചു. അഡ്ഹോക് കമ്മിറ്റിക്ക് കോടതി വിലക്കേർപ്പെടുത്തിയതിന് പിന്നാലെയാണ് രാജി. സംഘടനയെ കോടതി കയറ്റാൻ ആഗ്രഹിക്കുന്നില്ല, കോടതി വിധി മാനിക്കുന്നുവെന്നും രമേശ് പിഷാരടി പറഞ്ഞു. നടി ശ്വേത മേനോൻ നൽകിയ ഹർജി പരിഗണിച്ചാണ് എറണാകുളം മുൻസിഫ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. രമേശ് പിഷാരടിക്ക് നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവിട്ടു. കേസ് ഈ മാസം 13-ന് വീണ്ടും പരിഗണിക്കും. ശ്വേത മേനോനുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിൽ വേദനയുണ്ടെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ശ്വേത മേനോൻ ഉന്നയിച്ച അഴിമതി ആരോപണം വെറും ആരോപണം മാത്രമാണെന്നും പിഷാരടി വ്യക്തമാക്കി. PSCക്കെതിരെ ഉയരുന്നത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസ്യത തകർക്കുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ. പ്ലാനിംഗ് ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ ഉത്തരക്കടലാസുകൾ കൃത്യമായി മൂല്യനിർണ്ണയം നടത്തിയില്ലെന്ന പരാതിക്ക് പിന്നാലെ നിരവധി പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റുകളെ സംബന്ധിച്ചും പരാതി ഉയർന്നു. ഫിഷറീസ് വകുപ്പിലെ എക്സ്റ്റൻഷൻ ഓഫീസർ അടക്കമുള്ള തസ്തികയിലേക്ക് നടന്ന പരീക്ഷകളിൽ കുഫോസിലെ SFI നേതാക്കൾ വലിയ തോതിൽ മുൻഗണന ലഭിച്ചു. 44 നിയമനങ്ങളിൽ കുഫോസിലെ 38 വിദ്യാർത്ഥികൾക്ക് നിയമനം ലഭിച്ചിരുന്നു. ചോദ്യപേപ്പർ തയ്യാറാക്കിയതിലും ഇന്റർവ്യൂ ബോർഡിലും ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ടവരാണ് ഉണ്ടായിരുന്നത്. മറ്റ് സർവകലാശാലയിലെ ഉയർന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ബോധപൂർവം ഒഴിവാക്കിയതിൽ വകുപ്പ് തലത്തിനു പുറത്തുള്ള ഏജൻസി അന്വേഷണം വേണമെന്ന് ഫിഷറീസ് ഡയറക്ടർ തന്നെ ശുപാർശ ചെയ്തിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് 1ാം റാങ്ക് നൽകുന്നതിനായി റാങ്ക് ലിസ്റ്റ് ധൃതി പിടിച്ച് പ്രസിദ്ധീകരിച്ചതായും പരാതി ഉയരുന്നു. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച 6 പേർക്ക് കൂടെ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒരാൾക്ക് വീതമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജൂൺ മാസം മുതൽ സംസ്ഥാനത്താകെ 224 പേർക്കാണ് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 6 പേർ മരിച്ചു. ഈ വർഷം ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 300ആയി. ജൂൺ മുതൽ ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. താലൂക്കുകളിൽ നിന്ന് ലഭ്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും ജില്ലയിലെ ജലാശയങ്ങളും ഡാമുകളും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലും തുടരുന്ന മഴയുടെ സാഹചര്യവും മുൻനിർത്തിയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും ഈ അവധി ബാധകമായിരിക്കില്ല. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. അതേസമയം കാലാവസ്ഥ മോശമായതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിയുടെ വാട്ടർ ബോട്ടിലിൽ വാറ്റുചാരായം കണ്ടെത്തിയ സംഭവത്തിൽ നാടകീയ തിരിവ്. കേസിൽ പ്രതിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ രണ്ടാനച്ഛൻ പോലീസിന്റെയും എക്സൈസിന്റെയും കണ്ണുവെട്ടിച്ച് വിദേശത്തേക്ക് കടന്നു. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാനോ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനോ അധികൃതർക്ക് സാധിക്കാത്തതാണ് ഇയാൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയതെന്ന ആക്ഷേപം ശക്തമാണ്. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ഉത്തരവ് സർക്കാർ തിരുത്തും. കോടതിയുടെ നിർബന്ധപ്രകാരമാണ് സർക്കാരിന് വിചാരണ അനുമതി നൽകേണ്ടി വന്നതെന്ന പരാമർശവും പ്രതികൾക്ക് ഉത്തരവിനെതിരെ അപ്പീലിന് പോകാനുള്ള അവകാശമുണ്ടെന്ന നിർദ്ദേശവും വ്യവസായ വകുപ്പിന്റെ ഉത്തരവിലുണ്ടായിരുന്നു. വിചാരണ കോടതിയെപ്പോലെയാണ് ഹൈക്കോടതി പ്രവർത്തിക്കുന്നതെന്നും പരാമർശിച്ചിരുന്നു. ഇത് വിവാദമാവുകയും സർക്കാർ പ്രതിക്കൂട്ടിലാവുകയും ചെയ്തതോടെ ഉത്തരവ് തിരുത്താൻ വ്യവസായ വകുപ്പിന് നിർദ്ദേശം നൽകുകയായിരുന്നു. അടുത്ത ബുധനാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ തിരുത്തിയ ഉത്തരവ് നൽകും. പ്രതിസ്ഥാനത്തുള്ള INTUC പ്രസിഡന്റ് R ചന്ദ്രശേഖർ അടക്കമുള്ളവരെ വിചാരണയിൽ നിന്ന് രക്ഷിക്കാനാണ് അസാധാരണമായ ഈ നീക്കമെന്നായിരുന്നു ആരോപണം. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതി ജിതിൻ ഭാസ്കറിന് ജാമ്യം. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നാണ് ജിതിൻ ഭാസ്കർ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത്. സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ട വടകര സ്ക്വാഡ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് DYFI നേതാവായ ജിതിൻ. നടന്നത് രാഷ്ട്രീയ വേട്ടയെന്നതായിരുന്നു ജിതിന്റെ വാദം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവിനെതിരെ കേസെടുത്ത നടപടി സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും ഇസ്ലാമിക പ്രീണനവും ഇരട്ടത്താപ്പും തുറന്നു കാണിക്കുന്നതാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമിതി യോഗം. ലഹരിമരുന്ന് കേസുകളിലെ പ്രതികൾ ഭൂരിഭാഗവും ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്നുള്ളവരാണെന്ന് RV ബാബുവിന്റെ പരാമർശത്തിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ മാത്രം സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സിന്തറ്റിക് മയക്കുമരുന്ന് കൈവശം വയ്ക്കൽ, വിൽപ്പന മുതലായ സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസുകളിലെ പ്രതിപട്ടിക പരിശോധിച്ചാൽ ഇത് ബോധ്യമാകുന്നതുമാണ്. ഇതേ കാര്യം മുൻ മന്ത്രിയായിരുന്ന KT ജലീൽ പൊതുവേദിയിൽ പ്രസംഗിച്ചപ്പോൾ
മൗനം പാലിച്ച പോലീസാണ് ഇപ്പോൾ RV ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കാലവർഷം ദുർബലമായതോടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ലഭിക്കേണ്ട മഴയിൽ 32% കുറവ്. ഏറ്റവും കുറവ് വയനാട് ജില്ലയിൽ. കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് സാധാരണ അളവിൽ മഴ ലഭിച്ചത്. ഈ മഴക്കുറവ് വൈദ്യുതി ഉൽപ്പാദനത്തെയും കൃഷിയെയും വലിയ രീതിയിൽ ബാധിക്കും. വിഴിഞ്ഞം തുറമുഖത്ത് MSCയുമായുള്ള ഓഹരി കൈമാറ്റത്തിൽ വിശദീകരണക്കുറിപ്പുമായി അദാനി പോർട്ട് CEO. ഓഹരി കൈമാറ്റമുണ്ടായാലും വിഴിഞ്ഞത്ത് MSCക്ക് കുത്തക അവകാശം ഉണ്ടാകില്ലെന്നാണ് അദാനി പോർട്ട് CEO വ്യക്തമാക്കുന്നത്. കേരള സർക്കാരുമായുള്ള നല്ല ബന്ധം തുടരുമെന്നും സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടെ മാത്രമേ അന്തിമ കരാർ ഒപ്പിടൂവെന്നും അദാനി പോർട്ട് CEO വിശദീകരിക്കുന്നു. സെബിക്ക് നൽകിയ കത്തിൽ പറയുന്നത് പ്രാഥമിക ധാരണയാണ്. സർക്കാരിന്റെ എല്ലാ വ്യവസ്ഥകളും അംഗീകരിക്കുമെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. സർക്കാരിനുള്ള അപേക്ഷ പുതുക്കിയതിന് പിന്നാലെയാണ് വിശദീകരണം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ വീട്ടിലെ റെയ്ഡിനെ തുടർന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സമൂഹ മാധ്യമ ആപ്പായ ഇൻസ്റ്റാഗ്രാം കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഉള്ളടക്കമുള്ള പരസ്യങ്ങൾ ഇന്ത്യയിൽ നൽകുന്നുണ്ടെന്ന് BBC വെളിപ്പെടുത്തിയതോടെ കർശന ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. ഇൻസ്റ്റാഗ്രാമിന്റെ മാതൃകമ്പനിയായ മെറ്റയുടെ പ്രതിനിധികളെ വിളിച്ചുവരുത്തി വിശദീകരണം തേടും. ഇത് സംബന്ധിച്ച് കേന്ദ്ര IT ഇലക്ട്രോണിക്സ് മന്ത്രി അശ്വിനി വൈഷ്ണവ് നിർദ്ദേശം നൽകി. ഇത്തരം പരസ്യങ്ങൾ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടെന്ന് മെറ്റയ്ക്ക് വിശദീകരിക്കേണ്ടി വരും. ജൂൺ 21 നടത്തിയ നീറ്റ് UG പുനഃപരീക്ഷയിലെ ചോദ്യപേപ്പറിലെ പിശക്. ഫിസിക്സിലെ 2 ചോദ്യങ്ങളിലാണിത്. എഞ്ചിനീയറിംഗും മെഷീനിങ്ങും ഉപയോഗിക്കുന്ന വേർണിയർ കാലിപ്പർ ഉപകരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഓപ്ഷനായി നൽകിയിരുന്നില്ല. 4 ഓപ്ഷനുകളും തെറ്റായിരുന്നു. മൂല്യനിർണ്ണയത്തിൽ ഈ ചോദ്യം ഒഴിവാക്കാൻ പരീക്ഷ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA തീരുമാനിച്ചു. ഉത്തരം അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും 4 മാർക്ക് ബോണസായി ലഭിക്കും. രാജ്യത്ത് വിറ്റഴിക്കുന്ന എനർജി ഡ്രിങ്കുകൾക്കെതിരെ നടപടി കടുപ്പിക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. റെഡ് ബുൾ, പെപ്സിക്കോ, അഡ്രിനാലിൻ റഷ്, മോൺസ്റ്റർ, ഹെൽ ക്യാമ്പ് എന്നീ എനർജി ഡ്രിങ്ക് ബ്രാൻഡുകൾക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI നോട്ടീസ് അയച്ചു. തെറ്റായ ബ്രാൻഡിങ്ങും തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങളും നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണിത്. എനർജി ഡ്രിങ്ക് എന്ന പേരിൽ ഔദ്യോഗികമായോ മാനദണ്ഡപ്രകാരമോ ഉള്ള ഒരു പ്രത്യേക വിഭാഗം നിലവിലില്ലെന്ന് FSSAI വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഭക്ഷ്യവിഭാഗമാണെന്ന് അവകാശപ്പെടാൻ കമ്പനികൾക്ക് കഴിയില്ലെന്നും വ്യക്തമാക്കി. കമ്പനികളുടെ വിശദീകരണം ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. 45 ദിവസമായി കാണാതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആഗ്രയിൽ നിന്നുള്ള 44-കാരനായ സുരേന്ദ്രകുമാർ ശർമ്മയുടെ മൃതദേഹം കണ്ടെത്തി. ഭാര്യ റൂബി ബന്ധുക്കളോടും അയൽക്കാരോടും ഇയാൾ എവിടെയോ പോയെന്നും ഉടൻ മടങ്ങി വരുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. മെയ് 26 ഒരു മിസ്സിംഗ് പേഴ്സൺ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു. അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ പോലീസിന് ലഭിച്ച മൊഴികളിൽ നിരവധി പൊരുത്തക്കേടുകൾ കണ്ടെത്തി. വെള്ളിയാഴ്ച മുമ്പത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ വീട് വീണ്ടും സന്ദർശിച്ചു. സന്ദർശന വേളയിൽ റൂബിയുടെ പെരുമാറ്റത്തിൽ സംശയാസ്പദമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായി. അതേസമയം സുരേന്ദ്രന്റെ സഹോദരൻ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നിർണായക വിവരങ്ങൾ പങ്കുവച്ചതിനെ തുടർന്ന് വീട്ടിൽ സമഗ്രമായ പരിശോധന നടത്തി. അവിടെ ബാത്റൂമിൽ പുതുതായി പാകിയ ടൈലുകളും പുതിയ പ്ലാസ്റ്ററും ശ്രദ്ധയിൽപ്പെട്ടതോടെ ബാത്റൂം കുഴിച്ചു നോക്കിയപ്പോൾ ടൈലുകൾക്കടിയിൽ കുഴിച്ചിട്ട സുരേന്ദ്രന്റെ അഴുകിയ മൃതദേഹം കണ്ടെത്തി. RSSന്റെ സ്വഭാവ രൂപീകരണ മാതൃക ആഗോളതലത്തിൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടെന്ന് RSS മേധാവി മോഹൻ ഭഗവത് വെള്ളിയാഴ്ച അവകാശപ്പെട്ടു. ഇന്ത്യയിൽ നിന്നും 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള സന്ദർശകർ RSS പ്രവർത്തകർ അവരുടെ സ്വന്തം രാജ്യത്തിലെ യുവാക്കൾക്ക് സമാനമായ മൂല്യാധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് കഴിയുമോ എന്ന് ചോദിച്ചു എന്ന് വ്യക്തമാക്കി. RSS പ്രചാരകരുടെ ജീവിതത്തെയും സംഭാവനകളെയും ഉയർത്തിക്കാട്ടുന്ന ഒരു പരമ്പരയിലെ 100ാമത്തെ യൂട്യൂബ് വീഡിയോയുടെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കവേ സംഘത്തിന്റെ ദൗത്യം സ്വഭാവ ഗുണമുള്ള വ്യക്തികളെ കെട്ടിപ്പടുക്കുന്നതിനപ്പുറത്തേക്കും വ്യാപിപ്പിക്കുന്നുവെന്ന് മോഹൻ ഭഗവത് വ്യക്തമാക്കി. രാജ്യത്തിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 52,000 കോടി രൂപയുടെ അത്യാധുനിക ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ DAC ആണ് ഈ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകിയത്. മിസൈലുകൾ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, കാമിക്കാസെ ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ വിവിധ സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇർഷാദ് ദാറിന്റെ ചെറുമകനായ റാസ ദാറിനെതിരെ 2 വിദേശ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകൽ, ആക്രമണം, ഭീഷണിപ്പെടുത്തൽ, ബ്ലാക്ക്മെയിൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തു. ഇതോടെ പാകിസ്ഥാനിൽ രാഷ്ട്രീയം വൻ വിവാദത്തിൽ. അസിം മുനീറിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാനിലെ സ്ഥിതിഗതികൾ ജനങ്ങൾ രോക്ഷാകുലരാണ്. സൈനിക ഭരണമുള്ള ഒരു സംസ്ഥാനത്ത് തങ്ങൾക്ക് ലഭിക്കുന്നത് ഇതാണെന്ന് നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നു.
ലാഹോർ പോലീസ് രജിസ്റ്റർ ചെയ്ത പ്രഥമ വിവര റിപ്പോർട്ടിൽ എഫ്ഐആർ ദാറിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഫ്ഐആർ പ്രകാരം ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് റാസാദാർ ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തതിനു ശേഷമാണ് തങ്ങളെ ലക്ഷ്യമിട്ടതെന്ന് അവകാശപ്പെടുന്ന ഡച്ച് വെനിൻസുലേനിയൻ പൗരന്മാരാണ് പരാതിക്കാർ. ഇരകളിൽ നിന്ന് പ്രതികൾ ദശലക്ഷക്കണക്കിന് ഡോളർ ആവശ്യപ്പെട്ടുവെന്നും പണം നൽകിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. സ്ത്രീകളെ രഹസ്യമായി ചിത്രീകരിച്ച റെക്കോർഡിംഗുകൾ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തതായും എഫ്ഐആറിൽ ആരോപിക്കുന്നു. ഗ്വാദറിലെ ജിവാനിയിലെ പൻവാൻ പ്രദേശത്തെ പാകിസ്ഥാൻ തീരസംരക്ഷണ സേനാ ക്യാമ്പിന് നേരെയുണ്ടായ മാരകമായ ഫിദായി ചാവേർ കമാൻഡോ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമി BLA ഏറ്റെടുത്തു. ആക്രമണത്തിൽ 30-ലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർ പരിക്കേൽക്കുകയും ചെയ്തതായി വിഘടനവാദി സംഘടന അവകാശപ്പെട്ടതായി ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ നാവിഗേഷൻ പുനഃസ്ഥാപിക്കുന്നതിനായി പശ്ചിമേഷ്യയിലേക്ക് ഫ്രാൻസ് മൈൻ പ്രതിരോധ ഉപകരണങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതകളിലൊന്നിലൂടെയുള്ള സമുദ്ര ഗതാഗതം പുനരാരംഭിക്കുന്നതിന് പിന്തുണ നൽകുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.